സ്ഥിരമായിട്ട് നമ്മുടെ ക്ലയൻസ് ഷെയർ ചെയ്യുന്ന ഒരു കൺസേൺ ആണ് ദേ വേക്കപ്പ് ഫീലിംഗ് ടയേർഡ് എന്നുള്ളത്. ഒരു പ്രോപ്പർ ആയിട്ടൊരു റെസ്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓൾ ത്രൂ ഔട്ട് ദ ഡേ അവരുടെ എനർജി ലെവൽസ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു റൂട്ട് കോസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ ബെഡ് ടൈം സ്ക്രോളിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു നൈറ്റ് ടൈമിൽ വെന്തോ ദേ ഡോണ്ട് വാണ്ട് ടു ടേൺ ടു സ്ക്രീൻ, ദേ എൻഡ് അപ്പ് സ്ക്രോളിംഗ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇപ്പൊ അവർക്ക് പോലും ആ ഒരു ടൈം കാര്യങ്ങൾ ട്രാക്ക് ഉണ്ടാവില്ല, ആൻഡ് ദേ എൻഡ് അപ്പ് വേഴ്സ് ആ സ്ക്രീനിൽ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കും അറിയാം പലപ്പോഴും ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കാര്യങ്ങൾ, ഇതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. പക്ഷെ എന്നാലും എന്തുകൊണ്ടായിരിക്കും വീണ്ടും നമ്മൾ ഇതിലേക്ക് തന്നെ വരാനായിട്ടുള്ള ഒരു കാരണം? ഇപ്പൊ നമ്മുടെ ക്ലയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെജോറിറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു ലോങ് ഡേ ഓഫ് വർക്ക് കഴിഞ്ഞിട്ട് ഇതിപ്പം വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ്സോ കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ട് ആയിരിക്കും മെജോറിറ്റി ഉറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഉറങ്ങാനുള്ള ടൈം, ആ ഒരു ടൈം ആയിരിക്കും ഇവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയം. അപ്പൊ ആ ടൈമിലായിരിക്കും ഇവർ മോസ്റ്റ്ലി ഈ ഒരു സ്ക്രോളിങ്ങിലേക്ക് പോയിട്ട് ഇതാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് എൻഡ്ലെസ് ആയി സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു 1-1.5 മണിക്കൂർ വരെയൊക്കെ സ്ക്രോൾ ചെയ്യുന്നതായിട്ട് ആൾക്കാർ പറയാറുണ്ട്. മേ ബി അവർ ടൈം നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമുക്കറിയാം, സ്ലീപ്പിലായാലും ഹെൽത്തിലായാലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതിലാണ് ഈ ഒരു ഹാബിറ്റ് വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ആക്ച്വലി റെസ്റ്റ് ചെയ്യാന്നുള്ളതാണെങ്കിലും നമ്മുടെ ആ ഒരു സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്യാന്നുള്ളതാണല്ലോ പലപ്പോഴും നടക്കുന്നത്, അല്ലെ? ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു റിസർച്ച് സ്റ്റഡി കൂടെ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ റൂമിൽ ഒരു 3 or more ഇലക്ട്രോണിക് ഡിവൈസസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ they were 1.3 times more likely to experience ഇപ്പോൾ ഒരു ലോങ്ങർ ദാൻ ഒരു 1 hour ഒരു സ്ലീപ്പ് ലാറ്റൻസി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാലും ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ആക്ച്വലി. ഇനിയിപ്പോ ഇതൊക്കെ ആണെങ്കിലും ചില സമയത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടൈമും വരുന്നുണ്ട്, അല്ലെ? അപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില മെഷേഴ്സ് ഉണ്ട്. ഇപ്പോ നമ്മൾ ആ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് ഗ്ലാസസ് ഉപയോഗിക്കുന്നതായിരിക്കും, അല്ലെ? നമ്മുടെ ഫോൺ നൈറ്റ് മോഡിൽ ആക്ച്വലി ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ ഫോണിലാണെങ്കിലും നമുക്കൊരു സ്പെസിഫിക് ടൈം സെറ്റ് ചെയ്ത് ഇടാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു സ്ലീപ്പ് ടൈം എന്നുള്ള ഒരു രീതിയിൽ അപ്പൊ ആ ഒരു സ്പെസിഫിക് ടൈമിൽ ആക്ച്വലി ഇപ്പോ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആവുന്ന ഒരു രീതിയിലായിരിക്കും, അല്ലെ നമ്മുടെ ഫോൺ തന്നെ ഇപ്പൊ ആ ഒരു ഗ്രേഷ് മോഡിലേക്ക് മാറുന്ന രീതിയിലായിരിക്കും. സോ ബേസിക്കലി അത് നമുക്കൊരു റിമൈൻഡർ കാര്യങ്ങൾ ആണ് എന്നുള്ളത്. ആൻഡ് ഓൾസോ നമുക്കിപ്പോ ഒരു സ്ലീപ്പ് ഫ്രണ്ട്ലി എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മുടെ റൂമിൽ തന്നെ ഒരു ഡിം ലൈറ്റ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതൊക്കെ ആക്ച്വലി നമ്മുടെ ബോഡിക്ക് സിഗ്നൽ ചെയ്യും, അതായത് ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ് എന്നുള്ള ആ ഒരു രീതിയിൽ. ശരിയാണ്. ഇപ്പൊ നമ്മളൊരു സ്ലീപ്പ് എൻവയൺമെന്റ്, സ്ലീപ്പിന് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിപ്പോ നമുക്ക് ഒരു ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ സുനു നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിന്ന് ഇങ്ങനെ വളരെ ഇപ്പൊ ഒരു റുട്ടീൻ ആയിരിക്കും ചില ആൾക്കാർക്ക്. ഇപ്പൊ നമ്മൾ ബെഡിന് മുന്നേ വന്ന് കിടക്കുന്നു, ഫോൺ എടുക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു, അങ്ങനെ ഉറങ്ങി പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സുനു പറഞ്ഞ മെഷേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഹാബിറ്റ് റീപ്ലേസ് ചെയ്യാന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്പെസിഫിക് ടൈം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ഞാൻ ഇത്ര മിനിറ്റ്സ് ഞാൻ ഫോണ് സ്ക്രോൾ ചെയ്യും. നമ്മളിപ്പോ നോക്കും, കുറച്ച് എത്രയായാലും ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ റെഗുലർലി ചെക്ക് ചെയ്യുന്നവർ തന്നെയാണ് മെജോറിറ്റി. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം സെറ്റ് ചെയ്യുക. ഒരു അരമണിക്കൂറിൽ കുറഞ്ഞൊരു ടൈം ആയിരിക്കും ലാപ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അത്രയും നേരം സ്ക്രോളിങ്, അത് പക്ഷെ ബെഡ്റൂമിൽ ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വേറൊരു ലിവിംഗ് റൂമിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരുന്നുകൊണ്ടൊക്കെയാണ് സ്ക്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പോസ്ചർ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പോലും അതൊരു നല്ല കുറച്ചുകൂടെ മൈൻഡ്ഫുൾ ആയിരിക്കും, നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. ഒരു സ്ക്രീൻ ടൈം ആണ് അല്ലെങ്കിൽ ഇത്ര സമയമാണ് നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു രീതിയിൽ, അല്ലേ? അതെ, നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും, നമ്മുടെ കൺട്രോളിലായിരിക്കും. ഇതിപ്പോ നമ്മള് ബെഡിലാണ്, റിലാക്സ്ഡ് ആണ്, നമ്മൾ കിടന്ന് ഫോൺ നോക്കുന്നത് തന്നെ പ്രിഫറബിൾ അല്ല. അപ്പോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു സ്മോൾ ടൈം സെറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് കൊണ്ടുവരുന്നത് കുറച്ചുകൂടെ ഹെൽത്തിയർ, സ്ലീപ്പ് ഫ്രണ്ട്ലി ആയിട്ടെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഒരു റീഡിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ജേർണലിങ്, അതെ, ജേർണലിംഗ് ഒക്കെ നല്ലതാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടായാലും കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഒരു സ്ലീപ്പിന് മുന്നേ നമ്മളപ്പോ ഫോൺ ചെക്ക് ചെയ്യുന്നില്ല, സ്ക്രോളിങ് ചെയ്യുന്നില്ല, നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ എന്നാൽ നടക്കുന്നുണ്ട്. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റൂട്ടീൻ കൊണ്ടുവരാന്നുള്ളതാണ്. ഐശ്വര്യ ആക്ച്വലി ആ ഒരു ഹാബിറ്റ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് ഫോർമേഷൻ വരുന്ന സമയത്ത്
ഇപ്പൊ നമ്മൾ സീറോ സ്ക്രീൻ ടൈം എന്നുള്ളൊരു രീതിയിലാണ് വരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാടായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ വീണ്ടും സ്ക്രീനിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും അല്ലെ. മറിച്ച് ഇപ്പോ നമ്മളുടെ ഒരു ആവറേജ് ആ ഒരു സ്ക്രീൻ ടൈം യൂസേജ് ആ ടൈം കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് എത്ര ഒരു സമയം മാറ്റി റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതല്ലേ. അതെ നമുക്കൊരു ടോട്ടലി ഇപ്പം സ്ക്രോളിംഗ് ബാഡ് ആണ്, നമുക്ക് ബെഡ് ടൈം സ്ക്രോളിംഗ് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് നിർത്താൻ പോയാൽ എന്തായാലും അത് പ്രാക്ടിക്കലി നടക്കില്ല. അപ്പൊ നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന ഇപ്പം സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യണമെന്നാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ടൈം സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഫോളോ ചെയ്യുന്നത് എഫക്റ്റീവ് ആയിരിക്കും. നമ്മളിപ്പോ ക്ലയൻസിന്റെ അടുത്തായാലും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ശരിക്കും നമ്മളിപ്പോ ഒരു ജനറൽ ആയിട്ട് ഇപ്പോ സ്ലീപ്പിനെ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. പക്ഷെ ഐശ്വര്യ ഡിസ്കസ് ചെയ്ത ആ ഒരു ക്ലയന്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ആ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു അവരുടെ ഒരു പേഴ്സണൽ നീഡ്സും കാര്യങ്ങളും കണ്ടറിഞ്ഞുള്ള ആ ഒരു മെത്തേഡ്സ് ആയിരിക്കില്ലേ പലപ്പോഴും സ്യൂട്ടബിൾ ആവുക. ഐശ്വര്യക്ക് വർക്ക് ചെയ്തപ്പോ അങ്ങനെ തോന്നിയായിരിക്കും. അതെ കാരണം നമ്മളിപ്പോ പറയുമ്പോ ഇപ്പൊ ക്ലയൻസിന്റെ കേസിലാണെങ്കിൽ മുന്നേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു ക്ലയന്റ് ഇങ്ങനെ ഒരു കൺസേൺ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആയിരുന്നു. ആ ഒരു ഇതില് വർക്കിംഗ് വുമൻ ആണ്, പിന്നെ എന്താ പറയാ ആളുടെ വർക്ക് ഇപ്പൊ വീട്ടിൽ വന്നാലും വർക്ക്സ് തീരുന്നില്ല. ഇപ്പൊ കുട്ടികളെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞു വന്ന ആള് ഡെഫിനറ്റ്ലി ടയേർഡായി കുറച്ച് സമയം എന്നുള്ള രീതിക്കാണ് ഫോൺ എടുക്കുന്നത്. പക്ഷെ എൻഡ് അപ്പ് ചെയ്യുന്നത് മണിക്കൂർ ഇത് കണക്കിന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടും. പിന്നെ ആള് പക്ഷെ റിപ്പോർട്ട് ചെയ്ത് വന്ന് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തൊരു കൺസേൺ എന്ന് പറയുമ്പോൾ എഴുന്നേക്കുന്ന സമയത്ത് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എനർജി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു എനർജിയോടെ നമ്മൾ എഴുന്നേൽക്കുന്നതാണ്, ഒരു റെസ്റ്റ് കഴിഞ്ഞു. പക്ഷെ അതല്ല ആൾക്ക് ഫീൽ ചെയ്യുന്നത്, ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ കുറച്ചിങ്ങനെ ചെക്ക് ചെയ്ത് പോയപ്പോഴാണ് ഈ രീതിയിലുള്ള സ്ലീപ്പിന്റെ ഒരു പ്രശ്നം അവിടെ മനസ്സിലായത്. അപ്പൊ ഉറങ്ങി പോകുന്നത് ആൾ അറിയുന്ന പോലും ഇല്ല, കാരണം ഫോൺ സ്ക്രോൾ ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് ആൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഫോണിൽ, അങ്ങനെയില്ല. വെറുതെ സ്ക്രോൾ ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ആണെന്നുള്ളതൊക്കെ ആള് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിക്ക് തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്ട് ഇത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുണ്ട്. നമ്മൾ സുനു നേരത്തെ പറഞ്ഞിരുന്ന പോലെ ലൈറ്റിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കാര്യങ്ങൾ, നമ്മളുടെ സ്ലീപ്പ്, ബോഡി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. അങ്ങനെ ആൾക്ക് പറ്റിയ ഒരു രീതിയിൽ നമ്മൾ റുട്ടീനിൽ തന്നെ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവന്നു. ശരിക്കും പക്ഷെ ഈ പ്രോസസ്സ് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അത്രയും നാളത്തെ ഒരു റുട്ടീൻ ബ്രേക്ക് ചെയ്യാണ്. അപ്പോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. ഇപ്പോൾ ക്ലയന്റിന്റെ കേസ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രമാണ് ആ ഒരു റുട്ടീൻ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. അതെ ഡെഫിനറ്റ്ലി. കാരണം ഒരു വിൽ പവർ അതിലൂടെ നമ്മുടെ ഒരു ഹാബിറ്റ് മാറ്റാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് തൊട്ട് അത് കൺസിസ്റ്റന്റ് ആയി കുറച്ച് നാള് നമ്മള് ആ ഒരു ന്യൂ ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമിൽ കൺസിസ്റ്റന്റ്, അതെ പേഷ്യൻസ് വേണം എന്നുള്ളത് ഒരു ബേസിക് നെസസിറ്റി ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഈ ക്ലയന്റിന്റെ കേസിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ റുട്ടീൻ കാര്യങ്ങളിൽ തന്നെയാണ് ഫുള്ളി വർക്ക് ചെയ്തത്. അവർക്ക് എന്താണ് സ്യൂട്ടബിൾ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റി, ഇപ്പൊ ഫോൺ സ്ക്രോളിങ് അല്ലെങ്കിൽ സ്ക്രീൻ എന്നുള്ളൊരു ഇത് ഒഴിച്ചിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നോക്കി. അവർക്ക് ഇപ്പം ജേർണലിംഗ് താല്പര്യമുള്ള ഒരാളായിരുന്നു, നമ്മൾ അത് വെച്ചിട്ട് തന്നെ മൂവ് ചെയ്തു. അങ്ങനെ ഒരു ബെഡ് ടൈമിന് മുന്നേ നമ്മൾ ജേർണൽ ചെയ്യുക. അതിപ്പം എന്തായിരിക്കും, ഇപ്പൊ ഡെയിലി ഒരു കാര്യം എഴുതണം അങ്ങനെ മാത്രമൊന്നുമല്ല, അവർക്ക് തോന്നുന്ന പോലെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേയും കൂടെ ആണല്ലോ. ജേർണലിംഗ് എപ്പോഴും ഒരു നല്ല ഹാബിറ്റ് ആണ്. അപ്പൊ അത് ബെഡ് ടൈമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ മൈൻഡ് ഒന്ന് ഒരു ക്ലാരിറ്റി വരാനും അത് പീസ്ഫുൾ ആവാനൊക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ സുനു പറഞ്ഞിട്ടുള്ള മെഷേഴ്സ് ഒക്കെ നമ്മളൊന്ന് എൻഷുർ ചെയ്യാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, സ്ലീപ്പിന് ബെസ്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഫോം ചെയ്യാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ സ്ക്രീൻ ഇത്രയും യൂസ് ചെയ്ത് ഹാബിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു കുറച്ച് ടൈം ലിമിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ പറഞ്ഞ ക്ലയന്റ് ഇതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നു. അതിലൊരു എഫേർട്ട് ശരിക്കും പേ ഓഫ് ആയി. അപ്പൊ കുറച്ച് കഴിയുമ്പോ തന്നെ അവൾക്കൊരു ചേഞ്ചസ് കാണാനായിട്ട് വിസിബിൾ ആവാൻ തുടങ്ങി. പിന്നെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോ മേ ബി ഒരു മന്തിന്റെ ഒക്കെ
കഴിഞ്ഞ് നോക്കാന്നുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റായി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ പിന്നെ ആ ഒരു കംസ് time ല് ഈസി അല്ലേ? യെസ്. അപ്പൊ അവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ ന്യൂ ഹാബിറ്റ് ആയിട്ട് തന്നെ അത് പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവര് വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ടയർഡ് ഫീലിങ്ങും കാര്യങ്ങളും. അതെ അതെ പിന്നെ അതിനൊരു ഇഷ്യൂ അവിടെ പിന്നെ വന്നിട്ടില്ല. ഈ ഒരു കാര്യം നമ്മൾ റൂട്ട് കോസ് അനലൈസ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്സിൽ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ അവിടെ ഒരു മെഷർ എടുത്തപ്പോ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്.